ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകല് ഈ സന്ധ്യയോടെ എടുക്കുന്ന സമയത്ത് അല്പസമയത്ത് തിരുവചനവുമായി നിൽപ്പാൻ ദൈവം എന്നെ സഹായിച്ച നല്ല വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും ഭൂമി ആരുമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവം യോബിനെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാനിടയായത്. ഇവിടെ വായിക്കുകയാണ്, അവൻ എന്താണ്? നിഷ്കളങ്കനായിരുന്നു. സ്തോത്രം. നമുക്കറിയാമല്ലോ, നമ്മൾ പലപ്പോഴും മനുഷ്യൻ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ നമ്മളെക്കുറിച്ച് ദൈവം എന്ത് പറയുന്നുവെന്ന് ആരും ചിന്തിക്കുന്നില്ലെന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. സ്തോത്രം. നമുക്കറിയാം, യോബിനെക്കുറിച്ച് യോബ് ദൈവത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സാക്ഷ്യമൊന്നുമല്ല. യോബിൻ്റെ ജീവിതം കണ്ടുകൊണ്ട് യോബിനെ കണ്ടുകൊണ്ട് ദൈവം സാത്താനോട് പറയുന്ന ഒരു വാക്കാണ്, അവൻ നിഷ്കളങ്കനാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ നിഷ്കളങ്കത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, അത് വളരെ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യകത തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം നിഷ്കളങ്കരാണെന്ന് കൂടുതൽ പേരും നടിക്കുന്നതാണ്, അല്ലേ? എന്നാൽ സ്തോത്രം, നമ്മുടെ യഥാർത്ഥമായ ജീവിതത്തോട് അടുക്കുമ്പോൾ നമുക്ക് നിഷ്കളങ്കത ഉണ്ടോ എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടതായിട്ടൊരു കാര്യമാണ്. സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കളായ അവരെ പെട്ടെന്ന് ശകാരിക്കുമ്പോൾ അവർ പെട്ടെന്ന് കരയും, അല്ലേ? അവർക്കെന്താണ് നമ്മൾ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് വിഷമം ഉണ്ടായി അവർ പെട്ടെന്ന് കരയും. അല്ലെങ്കിൽ ഒരു വടിയെടുത്ത് 2 അടി അടിക്കുകയാണെങ്കിലും അവർ പെട്ടെന്ന് കരയുകയും ചെയ്യും. നമ്മൾ പിന്നീട് സ്നേഹത്തോടൊന്ന് അവരെ വിളിക്കുമ്പോൾ അവർ ഓടി നമ്മുടെ അടുക്കലെത്തും, അല്ലേ? അപ്പോൾ ഓർപ്പിക്കട്ടെ, അതൊരു നിഷ്കളങ്ക ഹൃദയമുള്ള ഒരാൾക്ക് മാത്രമേ ഒരു വിഷമം ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊന്ന് സങ്കടപ്പെടാനും അല്ലെങ്കിൽ ഒരു ആശ്വാസം കേൾക്കുമ്പോൾ മനസ്സ് തണുത്ത് കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും ഒക്കെ കഴിയത്തുള്ളൂ. സ്തോത്രം. ദൈവം ഒരുപക്ഷെ നമ്മളെ ശാസിച്ചേക്കാം, ശിക്ഷിച്ചേക്കാം, ഒരുപക്ഷെ നമ്മളെ ബാലശിക്ഷ നൽകിയേക്കാം. എന്നാൽ ഹല്ലേലൂയ, നമ്മൾ കഠിനപ്പെട്ട് ഹല്ലേലൂയ ദൈവത്തോട് മറുതലിക്കുന്നവരായി തീരുക എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളൊരു ചെറിയൊരു ശാസന തന്നാലും അടുത്ത നിമിഷം ദൈവത്തിൻ്റെ മുന്നിൽ ഹല്ലേലൂയ ദൈവത്തോട് കൂടുതലായിട്ട് അടുത്ത് ദൈവത്തോട് കരഞ്ഞ് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് വേണമെങ്കിൽ നിഷ്കളങ്കൻ എന്ന് പറയുവാൻ കഴിയും. സ്തോത്രം. യോബിനെ സംബന്ധിച്ച് യോബിൻ്റെ നമുക്കറിയാം, ചരിത്രം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നു, ദൈവത്തിൽ നിന്ന് തൻ്റെ തലമുറകൾ അകന്നു പോകാതിരിപ്പാൻ, അല്ലേ, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു പക്ഷേ വർഷങ്ങളായി കാണും വിശ്വാസ ജീവിതം നയിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ അനുഭവം അല്ലെങ്കിൽ നമുക്കൊരു നല്ല ഒരു അനുഭവം ഉള്ളവരായിരിക്കാം. പക്ഷേ നമ്മുടെ എത്ര നാളത്തെ അല്ലെങ്കിൽ വിശ്വാസ പാരമ്പര്യം ഉണ്ടെന്ന് പറയുന്നതിൽ കഥയില്ല. സ്തോത്രം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എന്തുമാത്രം നമ്മൾ ജീവിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന യോബ് നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു. നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിഷ്കളങ്കതയോടുകൂടെ തന്നെ ജീവിക്കുക എന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ തഴക്കമോ പഴക്കമോ ഹല്ലേലൂയ നമ്മൾ കൂടുതൽ അന്യഭാഷ പറയുന്നത് കൊണ്ടൊന്നും ദൈവരാജ്യത്തിന് ഓഹരിക്കാരായി തീരുമെന്ന് ഞാൻ പറയുന്നില്ല. തിരുവചനം പഠിപ്പിക്കുന്നില്ല നമ്മളെ. നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കൊള്ളാവുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുവാൻ കഴിയേണ്ടത്. സ്തോത്രം. യോബിൻ്റെ ജീവിതം കണ്ടുകൊണ്ടായിരിക്കാം ദൈവം ഒരു പക്ഷേ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, സാത്താനോട് പറയുന്ന അവൻ നിഷ്കളങ്കനാണ്. രണ്ടാമതായി പറയുകയാണ്, സ്തോത്രം, നേരുള്ളവനാണ്. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നേരുള്ളതാണോ? സ്തോത്രം. നമ്മുടെ നാടൻ ഭാഷയിൽ പറയാറില്ലേ, അവൻ വടി വെക്കുന്നിടത്ത് കുട വെക്കുന്നവനല്ലെന്ന് പറയാറില്ലേ? കാരണം എന്താ? നമ്മുടെ ഒരുമാതിരിപ്പെട്ടവരൊക്കെ ജീവിതം മറ്റുള്ളവർ കണ്ടിട്ട് അവനെക്കുറിച്ച് പറയുന്നൊരു വാക്കാണ്, അവനൊരു വാക്കിന് വിലയില്ലാത്തവനാണ്, അല്ലെങ്കിൽ വടി വെക്കുന്നിടത്ത് കുട വെക്കാത്തവനാണെന്നൊക്കെ പറയാറില്ലേ? അപ്പം നേരുള്ളവരെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരിക്കണം. മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ ദൈവമകനാണ്, മകളാണെന്നുള്ളതായി ബോധ്യം അവരുടെ ഹൃദയത്തിനകത്തുണ്ടാകണം. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് നല്ല വ്യക്തമായിട്ട് ഉറപ്പുണ്ട്, നമ്മൾ ചില വ്യക്തികളുടെ മുഖത്ത് നോക്കി ചിരിച്ചാൽ പോലും അവർ ചിരിക്കത്തില്ല. കാരണം അവർക്കൊക്കെ എന്തൊക്കെയോ
ഭാവനയാണ് പലപ്പോഴും അവരെ ഭരിക്കുന്നത്. സ്തോത്രം. നേരോടെ ജീവിക്കുക, നേരുള്ളവനായി ജീവിക്കുക എന്നത് സ്തോത്രം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മൾ കുറേ ഹല്ലേലൂയ ദൈവവചനം പ്രസംഗിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ കുറേ അന്യഭാഷ പറയുന്നത് കൊണ്ടോ, ദൂത് പറയുന്നത് കൊണ്ടോ, പ്രവചനം പറയുന്നത് കൊണ്ടോ അതൊക്കെ കൊണ്ട് കാര്യമുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള ജീവിതമല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. അപ്പം നേരുള്ള ഒരു ജീവിതം നയിക്കുക എന്നത് ദൈവം നമ്മളെക്കുറിച്ച് വ്യക്തമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത വാക്ക് പറയണ ദൈവഭക്തനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവഭക്തൻ എന്ന് പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമായ വാക്കാണ്. നമുക്കറിയാമല്ലോ, ഒരു ഭക്തൻ എന്ന് പറയുമ്പോൾ സ്തോത്രം എന്താണ് അവന് ദൈവത്തോട് നല്ല ഭക്തി മുറുകെ പിടിച്ച മനുഷ്യനായിരുന്നു യോബ് എന്ന് നമുക്ക് കാണും. യോബിന്റെ ചരിത്രം അല്ലെങ്കിൽ യോബിന്റെ പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ യോബിനെ ദൈവത്തോടുള്ളതായ ആ ഭക്തിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ തന്നെ യോബിന് ദൈവത്തോടുള്ളതായ ഭക്തി, അല്ലെങ്കിൽ തൻ്റെ തലമുറകൾ ദൈവത്തിൽ നിന്ന് അകന്നു മാറിപ്പോകുമെന്ന് ഭയപ്പെട്ടു പോയൊരു മനുഷ്യനാണ് യോബ്. നമുക്കറിയാം, ഈ കാലഘട്ടം പരിശോധിക്കുമ്പോൾ നമ്മൾ ഭക്തരെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം പോലും മറ്റുള്ളവർക്ക് വിലയില്ലാത്ത ജീവിതമാണ് പലപ്പോഴും നമ്മൾ നയിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. ഒരു സഭയിലാണെങ്കിലും സ്തോത്രം കൂടി വരുന്ന വിശ്വാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്താൽ ഒരു സ്തോത്രം പറഞ്ഞാൽ പോലും അതിനൊരു ആത്മാർത്ഥത ഇല്ലാത്തതായ ജീവിതത്തെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഭക്തിയോടെ ജീവിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. അത് ഭക്തി നമ്മൾ സ്വയമേ ഉണ്ടാക്കിയെടുക്കല്ല, അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്നതായ ഒരു കാര്യമാണ് ഭക്തി എന്ന് പറയുന്നത്. സ്തോത്രം. പലപ്പോഴും നമുക്ക് ഭക്തി ഉണ്ടെന്നൊക്കെ പറയും, പക്ഷേ നമ്മുടെ ആരാധനയ്ക്ക് പോക്ക് തന്നെ നമുക്കറിയാമല്ലോ. നമ്മളൊരു ആരാധനയ്ക്ക് സംബന്ധിക്കുകയാണെങ്കിൽ തന്നെ ഹല്ലേലൂയ ആരൊക്കെയോ നിർബന്ധത്തിന് പോയി അവിടെ ഇരിക്കുന്ന പോലെ അനേക വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ഭക്തനാണെങ്കിൽ അവൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കും. സ്തോത്രം. അവൻ്റെ പാട്ടിലെ, അവൻ്റെ പ്രാർത്ഥനയിലെ, അവൻ്റെ വചന ധ്യാനത്തിലെ സ്തോത്രം എല്ലാം മറ്റുള്ളവർക്ക് കണ്ടു മനസ്സിലാക്കുവാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. സ്തോത്രം. അപ്പം യോബ് ഒരു നല്ല ഭക്തനായിരുന്നു. അത് നമുക്ക് വചനത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അടുത്ത വാക്യം പറയുന്ന ദോഷം വിട്ടകന്നവനായിരുന്നു. സ്തോത്രം. അടുത്ത അവസാനം പറയുകയാണെ അവനെപ്പോലെ ഭൂമിയിൽ ആരും ഇല്ലല്ലോ. സ്തോത്രം. ദോഷം വിട്ടകലുക. സ്തോത്രം. നമുക്കറിയാമല്ലോ, ദോഷം വിട്ടകലുക എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവമക്കൾ പോലും പലപ്പോഴും പരസ്പരം ക്ഷമിക്കാത്ത അനുഭവങ്ങൾ നമുക്ക് കാണുന്നില്ലേ നമ്മുടെ ചുറ്റുപാടിലെ? നമുക്കറിയാം, വൈരാഗ്യത്തോടും വാശിയോടുകൂടെ ആരോട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടായി അത് മനസ്സിൽ വെച്ച് ഒരവസരം വരുമ്പോൾ നമ്മളെടുത്ത് പ്രയോഗിക്കുന്ന അനുഭവങ്ങൾ, നമ്മുടെ സർവ്വദേഷ്യവും അവരോട് തീർക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ലയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദോഷം വിട്ടകലുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ മാനസാന്തരത്തിൽ കൂടെ വെളിപ്പെട്ട് വരുന്നതായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഒരു സമയത്ത് ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലൂടെ ജീവിതം നശിപ്പിച്ച് എല്ലാവരാലും വെറുക്കപ്പെട്ട് ഹല്ലേലൂയ. സ്തോത്രം. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച നമ്മളെ കർത്താവിൻ്റെ സ്നേഹം നമ്മളെ വീണ്ടെടുത്ത് അവൻ്റെ കൃപയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ, പലപ്പോഴും നമ്മുടെ പഴയ സ്വഭാവങ്ങളൊക്കെ എവിടേക്കോ നമ്മൾ ഉരിഞ്ഞു കളഞ്ഞെന്നുള്ളത് യാഥാർത്ഥ്യ സത്യമാണ്. അല്ലെങ്കിൽ കർത്താവിൻ്റെ ക്രൂശ് മരണത്തോട് നമ്മൾ അനുരൂപരായപ്പോൾ സ്നാനത്തോടുകൂടി നമ്മുടെ പഴയ മനുഷ്യനെല്ലാം നമ്മൾ ഉരിഞ്ഞു കളഞ്ഞവരാണ്. ഞാൻ ചോദിക്കട്ടെ, അതിനുശേഷം നമുക്ക് ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ദോഷം വിട്ടകന്നിട്ടില്ല. നമുക്കറിയാം, സഭയ്ക്കകത്ത് പോലും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സാക്ഷ്യങ്ങളിൽ കൂടെയൊക്കെ മറ്റുള്ള വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് കയറി മുറിവേൽപ്പിക്കുന്ന നമുക്ക് അനേക വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അവരെക്കുറിച്ച് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ: അവർ ദോഷം വിട്ടകന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. യഥാർത്ഥ ഒരു ദോഷം വിട്ടകന്നവനാണെങ്കിൽ അവൻ സർവ്വതും ക്ഷമിക്കും, അവൻ സർവ്വതും സഹിക്കും. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ സർവ്വതും എല്ലാം ചവറെന്നും എണ്ണി അവനെല്ലാം ക്ഷമിക്കാൻ തയ്യാറാകും. ഞാൻ പറയട്ടെ, നമ്മുടെ സഹോദരൻ ഒരു വാക്ക് പറഞ്ഞാൽ നമുക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പണ്ട് കാലത്ത് ആരെങ്കിലും നമ്മളോടൊരു ദോഷം ചെയ്തിട്ടുള്ളൊരു വ്യക്തികൾ നമ്മുടെ മുന്നിൽ കൂടെ വരുമ്പോൾ
നമുക്ക് അവരോട് നമ്മൾ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് അവരോടുള്ളതായ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ ദോഷം വിട്ടകന്നവരൊന്നുമല്ല. സ്തോത്രം. ഇത് പകൽക്കാലം പറയട്ടെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദോഷം വിട്ടകലുക. ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ എടുക്കപ്പെടുക എന്നുള്ളതായ ഒരു എടുക്കപ്പെടുക എന്നുള്ളത് ആഗ്രഹമാണ് നമ്മുടെ എല്ലാം ഹൃദയത്തിനകത്തുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മൾ കളയേണ്ടതിനെ കളയാതെയും നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമില്ലാത്ത, സാക്ഷ്യമില്ലാത്ത ജീവിതം നയിച്ചാൽ ഒരിക്കലും നമുക്ക് നിത്യത അവകാശമാക്കുവാൻ കഴിയത്തില്ല. ഇത് പകല് ഞാൻ നിങ്ങളോട് വളരെ ചുരുക്കം വാചകങ്ങളിൽ പറഞ്ഞില്ല. യോബിനെ കുറിച്ച് പറഞ്ഞതുപോലെ എന്താണ്, അവൻ ദോഷം വിട്ടകന്നവനായിരുന്നു, അവൻ നേരുള്ളവനായിരുന്നു, അവൻ നിഷ്കളങ്കനായിരുന്നു എന്ന് തിരുവചനം അല്ലെങ്കിൽ ദൈവം യോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതവും ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം നയിപ്പാൻ സ്വർഗം നമ്മളെ ഇടയാക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹാലലൂയ, നമ്മുടെ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. സ്തോത്രം. ഈ ലോക സംഭവങ്ങളൊക്കെ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം ദൈവത്തിനും മനുഷ്യർക്കും പ്രസാദമുള്ള ജീവിതം നയിപ്പാൻ സർവ്വകൃപാലുവായ ദൈവം സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ തിരുവചനങ്ങളാൽ ദൈവങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.